നമസ്കാരം, ഞാൻ ഫിറോസ് മുഹമ്മദ്. MRF ഇന്റീരിയർ വേൾഡിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ ചാനൽ വഴി ഞാൻ അധികവും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയറുമായി ബന്ധപ്പെടുന്ന ടിപ്സും ട്രിക്സും ഒക്കെയാണ്. തീർച്ചയായും 100% നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുകൊള്ളുക. നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന വിഷയം സ്റ്റെയർ കേസ് ആണ്. അല്ലേ, നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങൾ മനോഹരമാക്കുന്നതിൽ ഒരു ഒഴിച്ചുകൂടാനാവാത്ത പങ്ക് വഹിക്കുന്നത് നമ്മുടെ സ്റ്റെയർ കേസ് ആണ്. പല രീതിയിലുള്ള സ്റ്റെയർ കേസുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്കറിയാം, ഗ്ലാസ് കൊണ്ട് ചെയ്യാം, അതുപോലെ തന്നെ കോൺക്രീറ്റ് കൊണ്ട് ചെയ്യാം, MS കൊണ്ട് ചെയ്യാം, സ്റ്റീൽ കൊണ്ട് ചെയ്യാം, മരം കൊണ്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് രീതിയിൽ ഒരുപാട് വ്യത്യസ്തമായ മോഡലുകളിൽ നമുക്ക് സ്റ്റെയർ കേസ് പണിയാവുന്നതാണ്. ഇവിടുത്തെ എല്ലായിടത്തെയും പ്രശ്നം വരുന്നത് നമ്മുടെ ബജറ്റാണ്. അല്ലേ, നമ്മളൊരു ബജറ്റ് ഫിക്സ് ചെയ്യും. ആ ബജറ്റിൽ ചിലപ്പോൾ ഒതുങ്ങാത്തയും വരുന്ന ഒരുപാട് മോഡലുകൾ, നമുക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകൾ ഒരുപാട് നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. തീർച്ചയായും അതിനൊക്കെയുള്ളൊരു പരിഹാരമാണ് ഇന്ന് ഞാൻ പറയുന്നത്. നമ്മൾ മരം ഉപയോഗിച്ചുകൊണ്ട്, മരവും MS പൈപ്പും ഉപയോഗിച്ചുകൊണ്ട്, MS അതായത് GI പൈപ്പും ഉപയോഗിച്ചുകൊണ്ട് രസകരമായ രീതിയിൽ എങ്ങനെ ഒരു സ്റ്റെയർ കേസ് പണിയാം എന്നതിൻ്റെ ഉദാഹരണവും സഹിതമാണ് ഈ വീഡിയോ. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോയിലൂടെ കിടക്കാം. നമ്മൾ ഈ സ്റ്റെയർ കേസിൽ ഉപയോഗിച്ചിരിക്കുന്നത് MS പൈപ്പാണ്. അതായത് ഇതിൻ്റെ ബീമിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് MS പൈപ്പാണ്. അപ്പോളോ കമ്പനിയുടെ 16 kg വരുന്ന 15x15 വരുന്ന സ്ക്വയർ പൈപ്പാണ് നമ്മളിതിൻ്റെ ബീമിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹാൻഡ് റെയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് 2x3 2x3 എന്ന് പറയുന്നത്, അതിന് 3x2 എന്ന് പറയുന്ന 16 kg ഒരു സപ്പോർട്ടിംഗ് ആണ് നമ്മളിവിടെ ഹാൻഡ് റെയിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ 1x1 വരുന്ന MS-ൻ്റെ തന്നെ സ്ക്വയർ പൈപ്പ് തന്നെയാണ് അതിന് ഹാൻഡ് റെയിലിൽ സപ്പോർട്ടിംഗ് പൈപ്പായിട്ട് കൊടുത്തിരിക്കുന്നതും 1x1 വരുന്ന പൈപ്പാണ്. ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്, മുകളിൽ വരുന്ന ഹാൻഡ് റെയിലിൻ്റെ മുകളിൽ വരുന്ന ആ വുഡൻ പീസ് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഈ ഒരു വുഡൻ പീസ് നമ്മൾ മേക്ക് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ, ഭാവിയിൽ ഈ ഒരു MS-ൻ്റെ പെയിൻറ്റ് നമ്മൾ ഭാവിയിൽ എത്ര വുഡൻ ഫിനിഷിങ്ങോട് കൂടിയിട്ട് നമ്മൾ പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞാലും ഭാവിയിൽ ഇതിൻ്റെ നമ്മുടെ കൈ തട്ടി ഇതിൻ്റെ പെയിൻറ്റുകൾ ഇളകാൻ സാധ്യതയുണ്ട്. സോ അതിൻ്റെ പെയിൻറ്റുകൾ ഇളകാതിരിക്കാനാണ് നമ്മൾ അങ്ങനെ ഒരു നെഗറ്റീവ് വശം കൂടി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഹാൻഡ് റെയിലിന് വുഡൻ്റെ ഒരു കവറിങ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്കതിൽ പോളിഷ് ചെയ്ത് മരം പോലെ നമുക്ക് ഒരുപാട് കാലത്തേക്ക് തലവേദന ഇല്ലാതെ മുൻപോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. ഒരുപാട് തരത്തിലുള്ള പരാമർശങ്ങളും കാര്യങ്ങളൊക്കെ വെല്ലുവിളികളൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ വന്ന വെല്ലുവിളി ഇതിൻ്റെ സ്റ്റെപ്പിൻ്റെ ഒരു ഭാരം ഏത് രീതിയിൽ കണക്കാക്കണം എന്നുള്ളതാണ്. അതിലാണ് നമ്മളൊരു കോംപ്രമൈസും കൊടുക്കാതെ ഇതിൻ്റെ 16 kg, അതായത് അപ്പോളോയുടെ 16 kg ബീം തന്നെ നമ്മൾ കൊടുക്കാനുള്ള കാരണം ഈ ഒരു വെയ്റ്റിൽ നമ്മൾ, അതായത് ഈ ഒരു സ്റ്റെപ്പിൽ ഒരു കോംപ്രമൈസും വരാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇതിനുപയോഗിച്ചിരിക്കുന്ന മരം ഞാൻ പറഞ്ഞതുപോലെ ചെറുതേക്ക് എന്ന് പറയുന്ന മരമാണ്. 2 ഇഞ്ച് കനത്തിൽ വരുന്ന ചെറുതേക്കിൻ്റെ മരമാണ് നമ്മളിവിടെ സ്റ്റെപ്പായിട്ട് കൊടുത്തിരിക്കുന്നത്. വളരെ ഒരു വലിയ തടി തന്നെ നമ്മളെടുത്തു. അതിനു വേണ്ടി നമ്മൾ തന്നെ ഈർന്നുണ്ടാക്കിയിരിക്കുന്ന ഒരു മരം തന്നെ ആയതുകൊണ്ട് നമുക്ക് വെള്ളയില്ലാതെ ഈ മരം മുഴുവനായിട്ട് കിട്ടി. ഈ മരം ഉപയോഗിച്ച് നമ്മൾ ഇതിൻ്റെ അടിവശത്ത് സ്ക്വയറിൽ, അതായത് 1 അടി വീതിയും 1 മീറ്റർ നീളവും വരുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റെയറോടെ ക്രമീകരിച്ചിരിക്കുന്നത്. 18ഓളം സ്റ്റെപ്പുകളാണ് ഈ സ്റ്റെയർ കേസിന് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വെയിറ്റിലൊരു കോംപ്രമൈസും വരരുത്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരരുത് എന്നുള്ളതുകൊണ്ട് ഹെവി ഐറ്റംസ് ആണ് നമ്മൾ കൊടുത്തത്. അതുകൊണ്ട് തന്നെ സ്റ്റെപ്പുകളൊക്കെ ഞാൻ ഒരുപാട് തരം ട്രൈ ചെയ്ത് നോക്കി. ഇതിൻ്റെ മുകളിൽ നിന്നിട്ടും ഡാൻസ് ചെയ്തൊക്കെ നോക്കി, അനങ്ങുന്നില്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് പല രീതിയിൽ നമുക്ക് ഗം ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഗമ്മ് കൊടുക്കാതെ, ഒരുപാട് എക്സ്പെൻസീവ് നമുക്ക് മുടക്കാനില്ലാത്തത് കൊണ്ട് തന്നെ ഇതിനുള്ളിൽ ഗമ്മ് കൊടുക്കാതെ ഞാൻ ചെയ്തത്, ഈ 2 ഇഞ്ച് കനം വരുന്ന മരത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു പ്ലേറ്റിന് അനുസരിച്ചുകൊണ്ട് കട്ട് ചെയ്ത് ഈ പ്ലേറ്റ് അതിൻ്റെ ഇൻസൈഡിൽ വെച്ചുകൊണ്ട് 8 സ്ക്രൂ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു സ്റ്റെപ്പിന് 8 സ്ക്രൂ ആണ് നമ്മൾ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. സോ ഇങ്ങനെ ചെയ്തപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 99% ഈ സ്റ്റെയർ കേസ് വളരെ സ്ട്രോങ് ആയിട്ട് നിന്നു എന്നുള്ളതാണ്. തീർച്ചയായും വളരെ രസകരമായിട്ട് പാർട്ടിയൊക്കെ 100% സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഈ ഒരു മോഡൽ വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്കിത് ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് GI പൈപ്പും അതുപോലെ തന്നെ മരവും പണിക്കൂലി അടക്കം എനിക്ക് ചിലവായ തുക എന്ന് പറയുന്നത് 98,000 രൂപയാണ് എനിക്ക് ഒരു സ്റ്റെയർ കേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലവായത്. ഇതിൻ്റെ അകത്ത് മറ്റൊരു പോരായ്മ എന്ന് പറയുന്നത്, നമ്മളിതിന് ഗ്ലാസ് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഗ്ലാസ് ഉപയോഗിക്കാതിരുന്നത് മനഃപൂർവ്വമാണ്, കാരണം കോസ്റ്റ് കുറക്കുക എന്നുള്ളതുകൊണ്ട്. സോ
ഇന്നത്തെ രസകരമായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഉപകാരമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ആദ്യഘട്ടത്തിൽ പറഞ്ഞതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. മറ്റൊരു കിടിലൻ ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ട് മറ്റൊരു കിടിലൻ വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നിർത്തുന്നു. ഇറ്റ്സ് മീ ഫിറോസ് മുഹമ്മദ് സൈനിങ് ഓഫ്.